ഹലോ ഫ്രണ്ട്സ്, അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന കുത്തരിയാണേലും വേണ്ടതല്ല, ഏതേലും കുത്തരിയോ പച്ചരിയോ എന്തേലും നമുക്ക് ആവശ്യത്തിന് കുതിരാനിടണേ. 4 മണിക്കൂറേലും ഇടണം. നല്ലതുപോലെ കഴുകി വെള്ളമില്ലാതെ വാരി വയ്ക്കണേ. എന്നിട്ടൊരു മിക്സി ജാറിൽ ആ വെള്ളമില്ലാതെ വെച്ചിരിക്കുന്ന അരി ഇട്ടിട്ട് അതിലൊരു ശകലവും കൂടെ ഉപ്പും ഇട്ട് വെള്ളമില്ലാതെ പൊടിച്ചെടുക്കണേ ഇതുപോലെ. എന്നിട്ട് ഇടിയപ്പം തട്ടിനകത്ത് ഒരു തവിയും കൊണ്ടോ വല്ലതും കോരി വയ്ക്കണം. വെള്ളം പോലെയല്ല, പൊടി പോലെയായിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കണേ. ഒരു 10-15 മിനിറ്റ് ആവി കയറ്റാൻ വെച്ചാൽ മതി. എന്നിട്ടത് തണുക്കാൻ വെക്കണേ. എന്നിട്ട് തണുക്കാൻ വെച്ച് അതിൻ്റെ ഇടിയപ്പത്തട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് അത് ഇടിയപ്പത്തട്ടിൻ്റെ അതുപോലെ ഇടിയപ്പം ഇരിക്കുന്ന പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. എന്നിട്ടത് ചുമ്മാ കൈ കൊണ്ട് പൊടിച്ച് വെക്കണം. ഒരു പാനിൽ കുറച്ച് കടല വറുക്കാൻ വെക്കണേ. ഒരു പാനിൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്, 2 പച്ചമുളക്, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, ഇതെല്ലാം ചെറുതീയിൽ ഇളക്കിയെടുക്കണേ. ഒരു കുഞ്ഞ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, പച്ചപ്പയറോ ബീൻസോ എന്തെങ്കിലും ചെറുതാക്കി അരിഞ്ഞത്, തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ അത് ചെറുതാക്കി അരിഞ്ഞത്, ഇതെല്ലാം കൂടിയിട്ട് ഇളക്കിയെടുക്കണേ. ഇളക്കി നല്ലപോലെ അതെല്ലാം വെന്ത് വഴങ്ങിയെല്ലാം വരണേ. എന്നിട്ട് 1/4 സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് ചെറിയ തീയിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ടേ. ചെറിയ തീയിൽ ആ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് വെന്ത് വരട്ടെ. അന്നേരത്തെ വെന്ത് വന്ന് കഴിയുമ്പോഴത്തേന് ഈ ആവി കയറ്റി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കി ചേർക്കണേ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു അരമുറി തേങ്ങയും കൂടെ ചുരണ്ടി ഇടണം. പിള്ളേർക്ക് നല്ല ഗുണമുള്ള സാധനമാണ്. ഒന്നും കഴിക്കാത്തവരാണേലും ഇതെല്ലാം കഴിച്ചോളും. എന്നിട്ട് വെള്ളമൊക്കെ അതിനകത്തുനിന്ന് ഒരു ശകലം പോലും വെള്ളമില്ലാതെ വലിഞ്ഞ് ഉപ്പുമാവ് പോലെ ഈ കഷ്ണങ്ങളെല്ലാം ചേർത്തിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് അത് തണുക്കാനായിട്ട് ഇറക്കി വെക്കണേ. എന്നിട്ട് അത് കഴിക്കണം. ഇതെല്ലാം റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉപ്പുമാവ് പോലെ തന്നെ ഇരിക്കും. ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.